നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരം SRH വേഴ്സസ് RCB പോരാട്ടം ഹൈദരാബാദിൽ വെച്ച് നടക്കുമ്പോൾ വളരെ ആകാംക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? ആര് ടോപ്പ് 2 ഉറപ്പിക്കും? GT ഓൾമോസ്റ്റ് ടോപ്പ് 2 ഉറപ്പിച്ച മട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ RCB ഇപ്പോൾ ഒന്നാമതാണ്. ശരി, സൺറൈസേഴ്സ് ഹൈദരാബാദ് വലിയ രൂപത്തിൽ ഒരു പണി കൊടുത്താൽ RCB മൂന്നാം സ്ഥാനത്തേക്ക് വീഴും. അതല്ല, ആ പണി കൊടുക്കാതെ ഇപ്പോൾ SRH ജയിച്ചാലും വലിയ മാർജിൻ അല്ലെങ്കിൽ RCB ടോപ്പ് 2 തന്നെ ഉണ്ടാവും. RCBയും GTയും മുന്നോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ ഉദ്വേഗജനകമായൊരു പോരാട്ടത്തിനാണ് ഇന്ന് ഹൈദരാബാദിൽ അരങ്ങൊരുങ്ങാൻ പോകുന്നത് എന്നർത്ഥം. കൃത്യമായി നമ്മൾ ആ കാര്യങ്ങളൊന്ന് പരിഗണിച്ച് നോക്കിയാൽ എന്തൊക്കെയാണ് വേണ്ടത്, ആര് ടോപ്പ് 2 ഫിനിഷ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ സൺറൈസേഴ്സ് ഹൈദരാബാദും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏതാണ്ട് ടോപ്പ് 2 ഉറപ്പിച്ച മട്ടിൽ നിന്നതാണ്. അപ്പോഴാണ് വലിയൊരു പണി GT വക കിട്ടിയത്. അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് 89 റൺസിനാണ് GTയോട് പരാജയപ്പെട്ടത്. സോ അവരിപ്പോൾ രണ്ടാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്ത് RCB തന്നെയാണ്. RCBയുടെ നെറ്റ് റൺ റേറ്റ് +1.065 അപ്പോൾ ഇനി അവരെ മറികടക്കാൻ SRH എന്ത് ചെയ്യണം? SRH RCBയെ മറികടക്കാൻ എന്ത് ചെയ്യണം? GC സെക്കൻഡ് ഓൺ ദി പോയിന്റ് ടേബിൾ വിത്ത് NRR നെറ്റ് റൺ റേറ്റ് ഓഫ് +0.695 ആണുള്ളത്. സോ SRHനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് 2 ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ RCBയെ 88 റൺസിന് പരാജയപ്പെടുത്തണം. നമ്മളൊരു അസംഷനിൽ എടുക്കുകയാണ്. ഒരു 220 റൺസ് അവരടിക്കുകയാണെങ്കിൽ, ആദ്യം ബാറ്റ് ചെയ്തിട്ട് 220 റൺസൊക്കെ അടിക്കുകയാണെങ്കിൽ 88 റൺസിന് RCBയെ പരാജയപ്പെടുത്തണം. അതല്ല, ഒരു 200 റൺസൊക്കെയാണ് അവർ സ്കോർ ചെയ്യുന്നതെങ്കിൽ 87 റൺസിന് പരാജയപ്പെടുത്തണം. ഒരു 87-88 റൺസിൻ്റെ മാർജിനിൽ ജയിച്ചാലാണ് ടോപ്പ് 2 ഉറപ്പിക്കാൻ SRHന് പറ്റുകയുള്ളൂ. ഇനി അവർ ചേസ് ചെയ്യുകയാണെങ്കിലോ, ഒരു 150 റൺസ് ചേസ് ചെയ്യുകയാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ SRH 11.1 ഓവറിൽ, അല്ലെങ്കിൽ 11.1 to 11.3, ഒരു 11.5 ഓവർ അങ്ങനെ പറയാം, അത്ര ഓവറിൽ അവർ ചേസ് ചെയ്ത് ജയിക്കണം. ഇത് സംഭവിച്ചാൽ RCBയേക്കാൾ ബെറ്റർ നെറ്റ് റൺ റേറ്റിലേക്ക് SRH കടന്നു പോകും. അപ്പോൾ SRHും GTയും ടോപ്പ് 2 ആയിട്ട് മുന്നോട്ട് പോകും. ഇത് സംഭവിച്ചില്ലെങ്കിൽ, അതായത് ഇപ്പോൾ RCB ജയിച്ചാൽ, അല്ല RCB തോറ്റാലും അത് ഈ പറയുന്ന വലിയ മാർജിനല്ലെങ്കിൽ RCBയും GTയും ആയിരിക്കും ടോപ്പ് 2 പോവുക. സോ പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമുകളാണ്. പക്ഷേ ടോപ്പ് 2 ഉറപ്പിച്ച് കഴിഞ്ഞാൽ നേരെ ക്വാളിഫയർ കളിക്കാമല്ലോ. അതിനു വേണ്ടിയിട്ട് ഇന്നൊരു കനത്ത പോരാട്ടം നടക്കും. ഇപ്പോൾ ഹൈദരാബാദിലെ ഈ നൈറ്റ് ഗെയിമുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ ആ ഗെയിമുകളിലൊക്കെ SRH വിജയിച്ച് കയറിയിട്ടുണ്ട്. അത് തുടരാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത്. എന്നാൽ RCB ഇപ്പം ഇന്നും ഫോമിലായതുകൊണ്ട് ഏത് ഗ്രൗണ്ട്, ഏത് സ്ഥലം എന്നുള്ളതൊന്നും വിഷയമല്ല. അവർക്ക് ജയിച്ച് കയറാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരും ഇരിക്കുന്നു. രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസ് നോക്കിയാൽ RCBയുടെ കാര്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കളി അവരുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാർ പരിക്ക് പറ്റിയതുകൊണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അദ്ദേഹം ഈ ഒരു മത്സരം കളിക്കാൻ ഫിറ്റാണ്. അത് ഇപ്പോൾ ബബാത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബബത്ത് പറഞ്ഞതനുസരിച്ച് രജത് ഈസ് ഗുഡ് ടു ഗോ, കളിക്കും. അപ്പോഴോ വെങ്കിടേഷ് അയ്യരല്ലേ കഴിഞ്ഞ കളിയിൽ ഇറങ്ങി രജത് പട്ടിദാറിൻ്റെ സ്ഥാനത്ത് ഇറങ്ങി മികച്ച പ്രകടനം നടത്തിയത്. അദ്ദേഹത്തെ ഇരുത്താൻ പറ്റുമോ? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് RCB പോകുമെന്നുള്ളതാണ് ചോദ്യം. അപ്പം പിന്നൊരു മാർഗം അദ്ദേഹത്തെ കളിപ്പിക്കാൻ, വെങ്കിടേഷ് അയ്യരെ ഒഴിവാക്കാതിരിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ജേക്കബ് ബെത്തലിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ബെത്തൽ അത്ര നല്ല ഫോമിലല്ല. അപ്പം അതുകൊണ്ട് ബെത്തലിനെ മാറ്റി 3 വിദേശ താരങ്ങൾ മതി എന്ന് തീരുമാനിച്ച് ടോപ്പ് ഓർഡറിലേക്ക് വെങ്കിടേഷ് അയ്യരെ വിടാം. ഇനി അതല്ലെങ്കിൽ റൊമാരിയോ ഷെഫേർഡിന് പകരം ഇറക്കാം വെങ്കിടേഷ് അയ്യർ. ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസാണ് മുന്നിലുള്ളത്. എന്തായാലും ഫിൽസാൾട്ട് ഇപ്പോഴും ഫിറ്റല്ല. ഫിൽസാൾട്ട് പക്ഷെ ഓഫ് ആകുമ്പോഴേക്കും ഫിറ്റാകും എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. അപ്പോൾ RCBയുടെ ഒരു പ്രോബബിൾ 12 നോക്കിയാൽ വെങ്കിടേഷ് അയ്യർ, വിരാട് കോഹ്ലി, ദേവദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, ടിം ഡേവിഡ്, ജിതേഷ് ശർമ്മ, റൊമാരിയോ ഷെഫേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, റഷീഖ് സലാം, ജോഷ് ഹേസൽവുഡ്, ജേക്കബ് ഡഫി. അതേസമയം SRHൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരുടെ എല്ലാ പ്ലേയേഴ്സും ഫിറ്റാണ്. അവരിപ്പോൾ വിജയിച്ചു വരുന്നത് തുടരാൻ തന്നെയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ ഒരു പ്രോബബിൾ 12 നമ്മൾ നോക്കിയാൽ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ് ഇവർ ചേർന്ന് ഓപ്പൺ ചെയ്യും. പിന്നാലെ ഇഷാൻ കിഷൻ,
ദെൻ ഹെൻറി ക്ലാസൻ, സലിൽ അറോറ, രവിചന്ദ്രൻ സ്മഴൻ, നിതേഷ് കുമാർ റെഡ്ഡി, പാറ്റ് കമിൻസ്, ശിവാങ് കുമാർ, ഇസാൻ മലിംഗ, സാക്കിബ് ഹുസൈന്, പ്രഫുൽ ഹിഞ്ചെ. അപ്പോൾ 2 ടീമുകൾ തമ്മിൽ മികച്ചൊരു പോരാട്ടം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.